നമ്മളിപ്പോൾ ആമ്പൽ സീസൺ കഴിഞ്ഞിട്ട് മലരിക്കൽ എങ്ങനെയുണ്ടെന്ന് കാണാൻ വേണ്ടി വന്നതാണേ. ചുമ്മാ ചെറിയൊരു വിസിറ്റ് നടത്താൻ വേണ്ടി വന്ന. ഇവിടെ വരുമ്പം ഈ വഴിയുടെ രണ്ട് വശവും ഇഷ്ടംപോലെ വണ്ടിത്തിരക്ക് ഉണ്ടായിരുന്ന സമയമായിരുന്നു. ആൾക്കാരുടെ തിരക്ക്, ഫോട്ടോ എടുക്കുന്നവരുടെ തിരക്ക്, പിന്നെ ഈ സൈഡ് വശത്ത് മൊത്തം വള്ളങ്ങൾ അങ്ങനെ കിടന്നിരുന്നൊരു സ്ഥലമാണ്. ഇപ്പം മൊത്തം വിജനമാണ്. ഇവിടെ സഞ്ചാരികളൊക്കെ വരുന്നുണ്ട്, കുറവാണ്. ഈ കടയിലൊക്കെ നല്ല തിരക്കുണ്ടാകുന്ന സമയങ്ങളാണ്. ഇപ്പം വലിയ തിരക്കുകളൊന്നുമില്ല. ഈ ചുറ്റുവട്ടത്തുള്ള നാട്ടുകാരൊക്കെ മാത്രം വന്ന് ചായയൊക്കെ കുടിച്ചിട്ട് പോകുന്നു. വിജനമായ സ്ഥലം നോക്കി, കണ്ണെത്താ ദൂരം ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. ഇവിടേക്ക് എന്ത് തിരക്കായിരുന്നു. ആകെ ഇപ്പം കളർഫുള്ളെന്ന് പറയാൻ വേണ്ടി ഈ പൂവുണ്ട് ഇവിടെ, അതുമാത്രമേ ഉള്ളൂ. പിന്നെ ആമ്പലിൻ്റെ കളറുള്ള ഈ പൂവും. കുപ്പികളൊക്കെ അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിയാതിരിക്കാൻ വേണ്ടി വേസ്റ്റ് ബിൻ വെച്ചിട്ടുണ്ട്. എല്ലാവരും അവിടെ തന്നെയാണ് കുപ്പി ഇട്ടിരിക്കുന്നത് കേട്ടോ. ഈ പാലം കയറി ഇറങ്ങുമ്പോൾ വേറൊരു വ്യൂ ആണ്. ബോട്ടുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒതുക്കിയിട്ടേക്കുന്നു. ഈ ഒരു പോസ്റ്റ് മാത്രമേ ഉള്ളൂ ഇപ്പം. സീസൺ ടൈം അല്ലാത്തതുകൊണ്ട് ഈ ബോട്ടെല്ലാം ഇവിടെ കയറ്റിയിട്ടേക്കുവാണ്. പല രീതിയിലുള്ള ബോട്ടുകളാണ് കേട്ടോ, പല മോഡൽ. മലരിക്കൽ വരുമ്പം ഈ പാലം എല്ലാവരും കണ്ടിട്ട് പോകും കേട്ടോ. ഇതൊരു പൊളിഞ്ഞു വീടാതായൊരു പാലമാണ്, പഴയൊരു പാലമാണ്. അതങ്ങനെ നല്ല നിർത്തിയേക്കുവാണ്. എപ്പം വെള്ളം ഇടിഞ്ഞ് വീഴാൻ കേട്ടോ. അതിൻ്റെ ചുറ്റും കണ്ടോ ഒരുമാതിരി പച്ച കളർ ഒരു ചെടി, എന്ത് ചെടിയാണെന്ന് അറിയത്തില്ല, ഭയങ്കരമായിട്ട് വളർന്ന് പൊങ്ങി. ഇതിലിങ്ങനെ നമ്മൾ മുന്നോട്ട് നടക്കുമ്പോൾ കണ്ടോ ഈ ആറ് മൂന്നായിട്ട് ചേരുന്നൊരു ഭാഗമുണ്ട് കേട്ടോ. മുമ്പ് കണ്ട ബോട്ടെല്ലാം ഇതുവഴിയാണ് കയറി അകത്തോട്ട് കയറ്റിയിട്ടേക്കുന്നത്. കാരണം ഇവിടെയൊക്കെയുള്ള വീതി, ആറിന് നല്ല വീതിയുണ്ട്. അത്യാവശ്യം വലിയ ബോട്ടൊക്കെ പോകാൻ പറ്റുന്ന വീതിയുണ്ട്. ആ പാലവും അതിൻ്റെ പുറകിലുള്ള സീനറിയും അത് വേറെ രസമാണ്, നല്ല അടിപൊളിയാണ്. പിന്നെ അതിനോട് ചേർന്ന ഒരു ക്ഷേത്രമുണ്ട് ഇവിടെ. ഉച്ച സമയമായതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല, ആൾത്തിരക്കൊന്നുമില്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കണ്ടോ കുഞ്ഞാമ്പലുകൾ നിൽക്കുന്നുണ്ടോ, കണ്ടോ. ഇവിടെ മാത്രമല്ല, ഈ മരം ഇങ്ങനെ വളർന്ന് നിൽക്കുന്നതിൻ്റെ കൂടി ഇച്ചിരി തണലുണ്ട് കേട്ടോ. ഇവിടെ വന്ന് വേണേൽ നിൽക്കാം, ഇച്ചിരി കാറ്റൊക്കെ കൊണ്ടേ. ഭയങ്കര വെയിലാണ്, ഉച്ച സമയത്ത് വന്നേക്കുന്നതുകൊണ്ടേ. ആ വെയിലിൻ്റെ ഒരു കാഠിന്യം ഇത് അറിയുമോയെന്ന് അറിയത്തില്ല. ഇതാണ് സംഭവം. വെളുപ്പിന് 6:30 വന്നാൽ ഇത് വിരിഞ്ഞ് നിൽക്കുന്നതാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോഴാണ് ആ പാലത്തിന് ശരിക്കുമുള്ളൊരു കണ്ടോ പോയി കിടക്കുന്നത് കാണാൻ പറ്റുള്ളൂ. ഇതാണ് എന്തോ ഒരു ആമ്പലുകൾ നിന്ന് പാടമെന്ന് വയ്ക്കുക. ഇപ്പോൾ ഒന്നുമില്ല. ഈ സംഭവം കണ്ടാണ് മൊത്തം ഇത് ഉഴുതുമറിക്കാൻ വേണ്ടി പോകുന്നത്. ഈ കണ്ണെത്താ ദൂരം കിടക്കുന്ന പാടം മൊത്തം ഈ ഒരു ട്രാക്ടറും പിന്നെ ആ കരയിലൊരു ട്രാക്ടറുണ്ട്, അതങ്ങോട്ട് കയറ്റിയിട്ടേക്കുവാണ്. ഞാനൊന്ന് കാണിച്ചു തരാവേ. കണ്ടോ, ഇതാണ് ആ ട്രാക്ടർ. ഇത് വെച്ചാണ് ഇത് മൊത്തം ഉഴുതുമറിക്കേണ്ടത്. നല്ലൊരു കളർ പടം കണ്ടിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം കാണുന്ന അതേ ഫീലാണിത് ഇങ്ങോട്ട് നോക്കുമ്പം. എന്തായാലും മലരിക്കൽ സൂപ്പറാണ്. ഇപ്പം ആമ്പലിലേലും ഇവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ വന്ന് ഇതൊക്കെ കാണുന്നുണ്ട്, പോകുന്നുണ്ട്. കാരണം അല്ലാതെ പ്രകൃതി ഭംഗി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഈവനിങ് ടൈമിലൊക്കെ വന്ന് ഇവിടെ കാറ്റൊക്കെ കൊണ്ട് അടിപൊളിയായിട്ടിരിക്കാം. എന്തായാലും ആമ്പലില്ലേലും മലരിക്കൽ എല്ലാവരും വന്ന് കാണേണ്ടത് തന്നെയാണ്. അടിപൊളി ഒരു സ്ഥലമാണ്, എല്ലാവരും വരണം.